നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ ആവേശത്തിലാണ്. മൂന്നാം തവണയാണ് ഇന്ത്യ T20 ഫൈനലിലേക്ക് കടക്കുന്നത്. 2007 പാകിസ്ഥാനോട് ഫൈനലിൽ ഏറ്റുമുട്ടി കപ്പ് തൊട്ടെങ്കിലും 2014 ശ്രീലങ്കയോട് ഫൈനലിൽ 6 വിക്കറ്റിന് തോൽക്കേണ്ടി വരികയായിരുന്നു. നാളെ സൗത്ത് ആഫ്രിക്കയുമൊത്താണ് ഇന്ത്യയുടെ ഫൈനൽ. ഇതുവരെ ടൂർണമെന്റിലെ ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെയാണ് സൗത്ത് ആഫ്രിക്കയും. ചില്ലറക്കാരല്ല അവര് എന്നത് തന്നെയാണ് അർത്ഥം. കഴിഞ്ഞ വർഷം നവംബർ 19 ഓസ്ട്രേലിയയുമൊത്ത് ഏറ്റ ഒരു വമ്പൻ തോൽവി. അത് ഇന്നലെ നടന്ന പോലെ ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനും ഓർമ്മ കാണും. ഫൈനലില്, വേൾഡ് കപ്പ് ഫൈനലില്, ODI ഫൈനലില്. അതിനൊക്കെയുള്ള ഒരു പരിഹാരമായി രോഹിത് ശർമ്മയും സംഘവും ഈ T20 ലോകകപ്പ് ഇങ്ങ് കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ എന്ത് തന്നെയാണെങ്കിലും ക്രിക്കറ്റ് ആണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കാത്ത ഒന്നാണ് സ്പോർട്സ്. എന്താകും റിസൾട്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇന്നലെ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 68 റൺസിന് തോൽപ്പിച്ചാണ് ഫൈനലിലേക്ക് കയറിയത്. മികച്ച ബൗളിങ്ങിലൂടെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ കീഴടക്കിയത്. ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റിന് 171 റൺസ് എടുത്തപ്പോൾ ഇംഗ്ലണ്ട് 16.4 ഓവറിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. കനത്ത മഴ കാരണം ഔട്ട്ഫീൽഡിൽ വെള്ളമുണ്ടായിരുന്നതിനാൽ 1 മണിക്കൂറിലധികം വൈകിയാണ് കളി ആരംഭിച്ചത് തന്നെ. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലിയാണ് ഓപ്പണിംഗ് ചെയ്യാനെത്തിയത്. എന്നാൽ ഇത്തവണയും കോഹ്ലിക്ക് നിലയുറപ്പിക്കാൻ സാധിച്ചില്ല. 9 പന്തിൽ 9 റൺസോടെയായിരുന്നു മടക്കം. റീസ്റ്റോപ്പിലെ 6 അടിച്ച കോഹ്ലി അത് കഴിഞ്ഞുള്ള 2-ാം പന്തിൽ ടൈമിംഗ് തെറ്റിയ ഷോട്ടിലൂടെ ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു. ഈ ലോകകപ്പിൽ 7 ഇന്നിംഗ്സുകളിൽ കോഹ്ലി നേടിയത് 75 റൺസ് മാത്രമാണ്. ഇന്നലെ 36 പന്തുകൾ നേരിട്ട സൂര്യകുമാർ യാദവ് 47 റൺസ് എടുത്ത് മടങ്ങുകയായിരുന്നു. ഇന്ത്യയുടെ ടോട്ടൽ 171. ഇന്ത്യയുടെ ബൗളിംഗിലേക്ക് വരികയാണെങ്കിൽ മികച്ച ഫോമിലുള്ള ഓപ്പണർ ജോസ് ബട്ട്ലറെ അക്ഷർ പട്ടേൽ ഋഷഭ് പന്തിന് സമ്മാനിക്കുകയായിരുന്നു. ജോസ് ബട്ട്ലർ നേടിയത് 15 പന്തിൽ 23 റൺസ് ആണ്. മറ്റൊരു വെടിക്കെട്ട് താരം ഫിലിപ്പ് സോൾട്ടിനെ ജസ്പ്രീത് ബുംറ ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു 5 റൺസിൽ. ജോണി ബെയർസ്റ്റോ 1 റൺസ് നേടാൻ സാധിച്ചില്ല. മൊയിൻ അലി 8 റൺസ് എന്നിവരെ അക്സർ ക്ലീൻ ബൗൾഡ് ആക്കിയതോടെ ഇന്ത്യ കളിയിൽ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു. സാം കറൻ 2 റൺസുമായി കുൽദീപ് യാദവിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു. 25 റൺസ് എടുത്ത ഹാരി ബ്രൂക്കിന് മാത്രമാണ് ഇംഗ്ലണ്ട് മധ്യനിരയിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത്. ക്രിസ് ജോർദാനും കുൽദീപിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു. പിന്നാലെ ലിവിങ്സ്റ്റൺ 11 റൺസ് എടുത്ത അദ്ദേഹം റൺഔട്ട് ആയതോടെ ഇംഗ്ലണ്ട് തോൽവി ഉറപ്പിക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി അക്ഷർ പട്ടേൽ 4 ഓവറിൽ 23 റൺസിന് 3 വിക്കറ്റും കുൽദീപ് യാദവ് 4 ഓവറിൽ 19 റൺസിന് 3 വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ 2020 ലോകകപ്പ് ഫൈനലിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. നാളെ രാത്രി 8 മണിക്കാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള കലാശപ്പോര്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.